വന്ദേമാതരത്തെ അവഹേളിച്ച സംഭവത്തിൽ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയയ്ക്കും നിലവിലെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്കും എതിരെ പരാതി. സുപ്രീം കോടതി അഭിഭാഷകനായ കെ സേതുകുമാർ ആണ് അടൂർ പോലീസിൽ പരാതി നൽകിയത്. പ്രിസംപ്ഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണർ 2026 നിയമപ്രകാരം കേസെടുക്കണം എന്നതാണ് പരാതിയിലെ ആവശ്യം. ഗോകുൽ രമേശാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ഗോകുൽ, ഇപ്പോൾ രാജ്യതലസ്ഥാനത്ത് ഡൽഹിയിൽ ഈ വന്ദേമാതരത്തെ അവഹേളിച്ചതുമായി ബന്ധപ്പെട്ട ഡൽഹി പോലീസിൽ കഴിഞ്ഞ ദിവസം ഹിന്ദു സേന എന്ന സംഘടന പരാതി നൽകിയിരുന്നു. കൂടാതെ കർണാടകത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഈ AICC ആസ്ഥാനത്ത് നടന്ന വന്ദേമാതര അവഹേളനത്തിനെതിരെ സോണിയയ്ക്കും ഖാർഗെയ്ക്കുമെതിരെ പരാതിയുണ്ട്. ഇപ്പോൾ കേരളത്തിലും പരാതി വന്നിരിക്കുകയാണല്ലോ. അടൂർ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത്? ഗൗതം, അതായത് വളരെ ഗുരുതരമായിട്ടുള്ള അനാദരവാണ് ദേശീയ ഗീതത്തോട് AICC ആസ്ഥാനത്ത് വെച്ചിട്ട് കോൺഗ്രസിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കളായിട്ടുള്ള സോണിയാഗാന്ധിയും അതോടൊപ്പം തന്നെ മല്ലികാർജുൻ ഖാർഗെയും നടത്തിയത്. ഇതിൽ പ്രത്യേകിച്ച് ആ സ്വാതന്ത്ര്യദിനത്തിന്റെ ദിവസം തന്നെ ഈ രീതിയിലൊരു അനാദരവും അതോടൊപ്പം തന്നെ ഈ ദേശീയ ഗീതത്തെ അത് തടസ്സപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്ത് അവരുടെ നടപടിക്കെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനവും പരാതികളും ഒക്കെ ഉയർന്നിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് എന്തായാലും ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പോലീസിലൊരു പരാതി നൽകിയിരിക്കുന്നത്. അതും പത്തനംതിട്ട ജില്ലയിലെ അടൂർ പോലീസ് സ്റ്റേഷനിലാണ്. സുപ്രീം കോടതി അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് കെ സേതുനാഥാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം തന്നെയാണ് ഇവർ നേതാക്കളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഇവർ ഈ അനാദരവ് കാണിക്കുക മാത്രമല്ല, ആ ദേശീയ ഗീതം ചൊല്ലുന്നത് തടസ്സപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് ദൃശ്യമാധ്യമങ്ങളിലടക്കം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തെളിവുകൾ സഹിതം പുറത്തു വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ദേശീയ ഗീതത്തെ അല്ലെങ്കിൽ ദേശീയ ഗീതത്തെ അനാദരവ് കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഇരു നേതാക്കൾക്കുമെതിരായിട്ട് കേസെടുക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ഈ സുപ്രീം കോടതി അഭിഭാഷകന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ അമെൻമെന്റ് 2026 വകുപ്പ് പ്രകാരം കൃത്യമായിട്ട് കേസെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള കുറ്റകൃത്യം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പരാതിയിൽ കൃത്യമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് തുടർ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് സുപ്രീം കോടതി അഭിഭാഷകനായിട്ടുള്ള കെ സേതുനാഥ് കൃത്യമായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പരാതി അടൂർ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. ഇനി ഏതു വിധത്തിൽ പോലീസ് അതുമായി ബന്ധപ്പെട്ട നടപടികൾ കൈക്കൊള്ളും എന്നത് മാത്രമേ നോക്കി കാണേണ്ടതായിട്ടുള്ളൂ. പ്രത്യേകിച്ച് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കൾ തന്നെയാണ് ഈ രീതിയിലൊരു ഇത്തരത്തിലുള്ള അവർക്ക് നേരെയാണ് ഈ രീതിയിൽ പരാതികൾ ഉയർന്നിരിക്കുന്നത്. എന്തായാലും അതിന് സംസ്ഥാന നേതൃത്വത്തിൻ്റെയൊക്കെ അനുമതി തേടിയതിനു ശേഷം മാത്രമേ ഒരുപക്ഷെ പോലീസ് ആ കാര്യത്തിൽ നടപടിയെടുക്കുകയുള്ളൂ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയം നിലനിൽക്കുകയാണ്. എന്തായാലും ഈ പരാതിയുമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകും. പോലീസ് പരാതി എടുത്തില്ലെങ്കിൽ ബാക്കി തുടർ നടപടികൾ കോടതി മുഖേന അടക്കം സ്വീകരിക്കുമെന്നുള്ളതാണ് പരാതിക്കാരനായിട്ടുള്ള സുപ്രീം കോടതി അഭിഭാഷകൻ തന്നെ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. ഗൗതം, ഓക്കെ, വ്യക്തമാണ്. എന്തായാലും AICC ആസ്ഥാനത്ത് ഭാരതത്തിന്റെ ദേശീയ ഗീതമായ വന്ദേമാതരത്തെ സോണിയാഗാന്ധി അവഹേളിച്ച സംഭവത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം കത്തുകയാണ്. ഡൽഹിക്കും കർണാടകയ്ക്കും പിന്നാലെ ഇതാ കേരളത്തിലെ അടൂർ പോലീസ് സ്റ്റേഷനിൽ സോണിയയ്ക്കും മല്ലികാർജുൻ ഖാർഗെയ്ക്കും എതിരെ പരാതി വന്നിരിക്കുകയാണ്. സുപ്രീം കോടതി അഭിഭാഷകനാണ് പരാതി നൽകിയത്. ഗോകുൽ രമേശ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.